എൻ്റെ വീട് ബംഗാളാണ്. ഞാൻ അവിടുന്ന് വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒരു 15 വർഷമായി കേരളത്തിൽ വന്നിട്ട്. ഇവിടെ ഇപ്പോൾ 2-3 വർഷമായി കൃഷിയൊക്കെ തുടങ്ങിയിട്ട്. എനിക്ക് ഒരു 2000 ഏത്തവിളമുണ്ട്. ചേന ഒരു 2350 മൂടുണ്ട് ചേന. പയർ ഒരു 102 തളമുണ്ട് മൊത്തം. സീസൺ ആകുമ്പം 10-50 കിലോ ഒരു ദിവസം അങ്ങനെ നമുക്ക് വെട്ടാം. പക്ഷെ അങ്ങനെ വെട്ടി കൊണ്ടുപോയാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം ഒരു 10-20 കിലോ വെട്ടിയുടെ വിപണി കൊണ്ട് കൊടുക്കും. ഇവിടെ അത്ര 2000 മൂട് ഏത്തവാഴ പറഞ്ഞ ആരും ചെയ്യത്തില്ല. 2000 മൂട് പറഞ്ഞാൽ നമുക്ക് എത്ര രൂപ മുടക്കണം? കുറേ പൈസ മുടക്കേണ്ടി വരും. പക്ഷേ അതിന് കഴിഞ്ഞ വർഷം എനിക്ക് കുറേ പൈസ നഷ്ടം വന്നു പറഞ്ഞാൽ കുറേ പൈസ നഷ്ടം വന്നു. അങ്ങനെ വേലായിപ്പോയി. അപ്പുറത്തേക്ക് ഒരു 250 മൂട് ഓടിക്കും പോയി. ആ പൈസേൻ്റെ മൊത്തം നഷ്ടമാണ്. ഇവിടുത്തെ സപ്പോർട്ടായിരുന്നെങ്കിൽ ഈ സർക്കാരിൻ്റെ കുറച്ച് പൈസ കിട്ടുമായിരുന്നെങ്കിൽ കൃഷി പോകാൻ അപ്പോൾ അത്രയായിരുന്നു. പക്ഷേ അത്രയൊക്കെ ഓടിച്ച് പോയപ്പോൾ മൊത്തം നഷ്ടമായി. ഇവിടെ കൃഷി ചെയ്താലും ലാഭമുണ്ട്, അവിടെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ചെയ്താലും അവിടെ ചെയ്താലും ഇല്ല. ഇവിടെ ഇച്ചിരി എല്ലാ സാധനത്തിന് വില കൂടുതലാണ്. പക്ഷേ നമ്മളെ അവിടെ ആകുമ്പോൾ അത്രയും വിലയില്ലല്ലോ. എൻ്റെ വീട് ബംഗാളാണ്. ഞാൻ അവിടുന്ന് വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒരു 15 വർഷമായി കേരളത്തിൽ വന്നിട്ട്. ഇവിടെ ഇപ്പോൾ 2-3 വർഷമായി കൃഷിയൊക്കെ തുടങ്ങിയിട്ട്. ഭായിയുടെ പേര്? OIC സംസാരി. നമ്മൾ ഇവിടെ പാട്ടത്തിന് എടുക്കും. വസ്തു പാട്ടത്തിന് എടുത്തിട്ട് നമ്മുടെ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യും. അത് പുറത്ത് ജോലിക്ക് പോകും. ഇങ്ങനെ നമ്മുടെ എല്ലാം കാര്യങ്ങളും ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ വാടകയ്ക്ക് താമസിക്കും. നമ്മുടെ സ്വന്തം അങ്ങനെ വീടൊന്നുമില്ല, സ്വന്തം സ്ഥലമില്ല. നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ കൃഷി പറഞ്ഞാൽ ഒരു 3 ഏക്കറുണ്ട്. പയറും ഏത്തക്കൊലയും പിന്നെ ചേന, പച്ചമുളക് എല്ലാം ഉണ്ട്. 3 വർഷം കൂടുതലായി തുടങ്ങിയിട്ട്. നേരത്തെ ഞാൻ വേറെ ഇവിടെ ഒരു പോലീസ് മാമ ഇരിപ്പുണ്ട്. ആ പോലീസ് മാമയുടെ വീട്ടിൽ ഞാൻ നേരത്തെ ജോലി ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ വന്ന് അവിടെ ഒരു 5-6 വർഷം ജോലി ചെയ്തു പോലീസ് മാമയുടെ വീട്ടിൽ. അത് കഴിഞ്ഞിട്ട് ആ മാമൻ പറഞ്ഞു, നീ സ്വന്തമായിട്ട് തുടങ്ങിക്കോ, എത്ര നാളിങ്ങനെ ചെയ്യാണ്. അതുകൊണ്ടായിട്ട് ഞാൻ സ്വന്തമായിട്ട് തുടങ്ങി. അതുപോലെ എനിക്ക് പൈസയൊക്കെ തന്നു കൃഷി ചെയ്യാൻ വേണ്ടി. പിന്നെ വസ്തുവൊക്കെ മേടിച്ച് തന്നു പാട്ടത്തിന്. അങ്ങനെ ഞാൻ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സഹായിക്കാനൊക്കെ അങ്ങനെ ആള് വേറെ അച്ഛനൊക്കെ ഉണ്ട്. വേറെ ആരും ഇല്ല. നമ്മൾ ജോലിക്കാരൊക്കെ വിളിക്കും ഇടയ്ക്ക്. കൂടുതൽ പണിയാകുമ്പോൾ നമ്മൾ ജോലിക്കാർ വിളിക്കും. അങ്ങനെ നമ്മൾ ചെയ്യുന്നു. ഒറ്റയ്ക്ക് അത്ര ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അത് നമ്മൾ നാളെ ഇതിൽ ചെയ്യത്തുള്ളൂ. അതിനകത്ത് നമ്മൾ അങ്ങനെ ഇത് വേറെ വിഷവും കാര്യങ്ങളൊക്കെ അടിക്കത്തില്ല. ഒരു അടിച്ചാൽ ഒരു 80 കിലോ 100 കിലോ ഒക്കെ പയർ കിട്ടും. ഇവിടെ പയർ കൃഷി ഇവിടെയുള്ള താഴെ ഏത്തവാഴയുണ്ട്. പിന്നെ വേറെ സ്ഥലമുണ്ട്, അവിടെ ചേനയുണ്ട്, കാച്ചിലുണ്ട്, എല്ലാം ഉണ്ട്. ഇത് എടുത്ത് കഴിഞ്ഞിട്ട് പണിക്ക് പോകും. ഇത്ര ഇത് ലാഭം പറഞ്ഞാൽ അങ്ങനെ നമ്മൾ കഷ്ടപ്പാട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നു. ഇല്ലെങ്കിൽ ഇത് അങ്ങനെ ലാഭമൊന്നുമില്ല. നമ്മൾ സ്വന്തം ചെയ്യുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല. ജോലിക്കാരനെ ഒത്തിരി ചെയ്യുമ്പം ഒരു പ്രയോജനമില്ല. അയാൾ ഒരു ദിവസം ജോലിക്കാരൻ വരുമ്പോൾ അവന്മാർക്ക് 1000 രൂപ കൊടുക്കണം. ബംഗാളിൽ ഞാൻ കൃഷിയൊക്കെ ഉണ്ട്. ബംഗാളിൽ നമ്മൾ അവിടെ ചെറുപ്പം മുതലില്ല അവിടെ കൃഷി ചെയ്യാം. അവിടുത്തെ കൃഷി നമ്മൾ ചെറുപ്പം മുതൽ അവിടെ കൃഷി ചെയ്യും. ഇവിടെ വന്നിട്ട് ഇപ്പം 15 വർഷമായി. ഫാമിലിക്ക് ഇവിടെ ഇല്ല, അമ്മമാർക്ക് സമയമില്ല കൃഷി കൂടാതെ. വീട്ടിൽ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് വരത്തില്ല. ചിലപ്പോൾ പയറെടുക്കാൻ വരും, സമയം കിട്ടുമ്പം. കച്ചവടം ഇവിടെ വിപണിയുണ്ട്, നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കും. പിന്നെ അവിടെ നിന്ന് അതൊക്കെ ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകും. ഇവിടുത്തെ ആൾക്കാർ നല്ല സപ്പോർട്ടാണ്. സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സർക്കാരിൻ്റെ എനിക്ക് ഒരു കൃഷിനെ പറ്റി സർക്കാർ എനിക്ക് ഒരു സപ്പോർട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ വലിയ നാട്ടിൽ വന്നിട്ടുണ്ട്. എനിക്ക് സ്വന്തം ഇവിടെ വസ്തുവിൻ്റെ, അതുകൊണ്ട് എനിക്കൊന്നും കിട്ടത്തില്ല സർക്കാരിന്. ഞാൻ സ്വന്തം പൈസ മുടക്കണമില്ല. നമ്മുടെ എത്ര നഷ്ടം വന്നാലും നമ്മളെ സഹായിക്കണം. പക്ഷേ ഇവിടെ പന്നിയുടെ ശല്യമുണ്ട്. ഏത്തവാഴക്കെല്ലാം കുത്തിക്കളയും. അത്
ചീനിയൊക്കെ പൊക്കിക്കളയും. ഈ ചീനിയില്ലേ, ചീനിയൊക്കെ ഇല്ല കുത്തിക്കളയും. അത് പന്നിയുടെ ഭയങ്കര ശല്യം നമുക്ക്. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ 4 സൈഡിൽ കെട്ടി വെച്ചേക്കുവാ നെറ്റ്. പയർ ഇപ്പൊ കൂടുതലായിട്ടുള്ള ഏത്തവാഴ പിന്നെ ചേന, ഇത് ഇപ്പൊ കൂടുതലായിട്ട്. പയർ ഇത് എത്ര ഏരിയക്കേ ഉള്ളൂ പയർ. രാവിലെ വന്നിട്ട് ഒരു 8 മണി വരെ ചെയ്യും. പിന്നെ ഒരു 5 മണിക്ക് പണിക്ക് വന്നിട്ട് പിന്നെ 5 മണിക്ക് ശേഷം പിന്നേക്ക് ജോലി ചെയ്യും. ഒരു 7, 6:30 വരെയൊക്കെ ജോലി ചെയ്യും. രാത്രി നമ്മളെ കാണാൻ വരെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോകും. ഐഡിയ തന്നെ ഇവിടെ ഒരു മാമനുണ്ട്. ആ മാമൻ ഐഡിയ തന്നെ. അപ്പൊ നേരത്തെ ഞാൻ വന്നിട്ട് അവിടെയാണ് താമസമായിരുന്നു. ജോലി ആ മാമയുടെ വീട്ടിലായിരുന്നു. ആ മാമ സഹായിച്ചിട്ട് വസ്തു പാട്ടത്തിന് എടുത്ത് തന്ന് പൈസ തന്നെ കൃഷി ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇത് ചെയ്യും. ഇഷ്ടം എനിക്ക് കൃഷി ചെയ്യാം. കൃഷി ചെയ്തിട്ട് അങ്ങനെ നമുക്ക് പൈസ വേണ്ട. കൃഷി ചെയ്യുമ്പോൾ പൈസ വേണം. ഇപ്പൊ ജോലിക്ക് പോവാതെ പറ്റത്തില്ലല്ലോ. വീട്ടിന് കാര്യമൊക്കെ ഉണ്ട്, ചെലവൊക്കെ ഉണ്ട്. അതുകൊണ്ട് ജോലിക്ക് പോകും. നാട്ടിൽ പോകുന്ന സമയത്ത് കൃഷിയൊക്കെ നിർത്തിയിട്ട് പോകും. ചിലപ്പം 1 മാസത്തേക്ക് 2 മാസത്തേക്ക് നിർത്തിയിട്ട് പോകും. പിന്നെ തിരിച്ചു വരും. എനിക്ക് ഒരു 2000 ഏത്തവാഴയുണ്ട്. ചേന ഒരു 2350 മൂടുണ്ട് ചേന. ഏത്തവാഴ അങ്ങനെ നമ്മള് ടൈമിൽ നോക്കിയിട്ടില്ല. അങ്ങനെ നമ്മള് ഇത് കഴിയുമ്പോൾ ഇത് വെട്ടി കഴിയുമ്പം അടുത്തേക്ക് ഇത് കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ പുതിയതൊക്കെ വിത്ത് കിട്ടും. ടൈം നോക്കത്തില്ല. ഏത്തവാഴ കൃഷി പറഞ്ഞാൽ നമ്മളെ സ്വന്തം ചെയ്യുന്നതുകൊണ്ടോ അതുകൊണ്ട് കുഴപ്പമില്ല. ജോലിക്കാരനെ എടുത്തിട്ട് ഇത് 10 ഒടിഞ്ഞു പോയാൽ അത്രയൊക്കെ രൂപ പോയി. പക്ഷേ കൃഷി ഭവൻ നമുക്ക് സപ്പോർട്ട് ഇല്ലല്ലോ. അവിടെ നമുക്ക് ഒരു പൈസയും കിട്ടത്തില്ല. അതുകൊണ്ട് അത് നമ്മുടെ സ്വന്തം പൈസയാണ്. കൃഷി ഭവന് സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ അമ്മാർ ഒരു 10 ഒടിഞ്ഞു പോയാൽ അമ്മാർ അതിൻ്റെ പൈസ തരും. പക്ഷെ നമുക്ക് കിട്ടത്തില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് വസ്തു ഇല്ലാത്തതുകൊണ്ട് കിട്ടത്തില്ല. വെള്ളമൊക്കെ വലിയ അവിടെ താഴെ ഒരു കിണറുണ്ട്. അതിനകത്ത് ഞാൻ മോട്ടർ വെച്ചിട്ടുണ്ട്. അവിടുന്ന് വെള്ളം എടുക്കും. പയർ ഒരു 102 തളമുണ്ട് മൊത്തം. ഇവിടെ അത്ര 2000 മൂട് ഏത്തവാഴ പറഞ്ഞ ആരും ചെയ്യത്തില്ല. 2000 മൂട് പറഞ്ഞാൽ നമുക്ക് എത്ര രൂപ മുടക്കണം, കുറേ പൈസ മുടക്കേണ്ടി വരും. പക്ഷേ അതിന് കഴിഞ്ഞ വർഷം എനിക്ക് കുറേ പൈസ നഷ്ടം വന്നു പറഞ്ഞാൽ കുറേ പൈസ നഷ്ടം വന്നു. അങ്ങനെ വേലായിപ്പോയി. അപ്പുറത്തേക്ക് ഒരു 250 മൂട് ഒടിഞ്ഞു പോയി. ആ പൈസേൻ്റെ മൊത്തം നഷ്ടമാണ്. ഇവിടുത്തെ സപ്പോർട്ടായിരുന്നെങ്കിൽ ഈ സർക്കാരിൻ്റെ കുറച്ച് പൈസ കിട്ടുമായിരുന്നെങ്കിൽ കൃഷി ഭവന് അപ്പോൾ അത്രയാവും. പക്ഷേ അത്രയൊക്കെ ഓടിച്ച് പോയപ്പോൾ മൊത്തം നഷ്ടമായിപ്പോയി. എനിക്ക് 10,000-60,000 രൂപ എനിക്ക് നഷ്ടം വന്നായിരുന്നു. ചേനയ്ക്ക് കുഴപ്പമില്ല, ചേനയ്ക്ക് നഷ്ടം വരത്തില്ല. പയറിന് നഷ്ടം വരത്തില്ല. ചിലപ്പം പയർ ഇത് മുള്ളിച്ച് പോയാൽ മൊത്തം പോയി. കാരണം പയറൊക്കെ മുള്ളിപ്പുണ്ടാവും. അത് ഉണ്ടായി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അത് വീണ്ടും നമ്മൾ കളഞ്ഞിട്ട് പുതിയ നടണം. പയറിന് ഇപ്പോൾ 80 രൂപ വില നമ്മൾ കൊടുക്കുമ്പോൾ 80 രൂപ ഒരു കിലോയ്ക്ക് കിട്ടും. പക്ഷേ കടക്കാർ വിൽക്കുമ്പോൾ 100 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്. നമ്മൾക്ക് 10-20 രൂപ വേണ്ടേ. വിപണിയിൽ എങ്ങനെ കൊണ്ടുപോകുന്നത്? ഈ സ്കൂട്ടറിനത് കൊണ്ടുപോകും. ഒരു ദിവസം അങ്ങനെ സീസൺ ആകുമ്പം 10-50 കിലോ ഒരു ദിവസം അങ്ങനെ നമുക്ക് വെട്ടാൻ. പക്ഷെ അങ്ങനെ വെട്ടി കൊണ്ടുപോയാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം ഒരു 10-20 കിലോ വെട്ടിയിട്ട് വിപണി കൊണ്ട് കൊടുക്കും. വീണ്ടും അടുത്ത ദിവസം നമ്മൾ ഓർഡർ ചെയ്യും, എത്ര കിലോ കൊണ്ടുവരണം, വീണ്ടും നമ്മൾ അത്ര കിലോ കൊണ്ടുവിടും. അങ്ങനെയാണ്. ഇത് ഫുള്ള് ചേന. ഇവിടുന്ന് അങ്ങ് വരെ ഫുള്ള് ചേന. പിന്നെ ഒരു അപ്പുറത്തെ ഏത്തക്കുല. പിന്നെ ആ സൈഡുണ്ട് ഇത് നമ്മളെന്താ കാച്ചിൽ. ഇതെല്ലാം കളക്കാൻ സമയം തണ്ടൊക്കെ പോയതാ ചേന. ഇത് കാണാൻ പോലും പറ്റത്തില്ല, പോച്ച കയറിയ. നാട്ടുകാരൻ നല്ല പറഞ്ഞ നല്ല ഇതാ ഹെൽപ്പാ, നല്ല പറഞ്ഞ നല്ല ഹെൽപ്പാ. അങ്ങനെ നമുക്ക് ഒരു ഇപ്പം പുലി പറഞ്ഞില്ലേ, നമ്മൾ എവിടെ പോയാലും എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു 500 മൂടുണ്ട്. ഇത് മൊത്തം 510 മൂടുണ്ട് ഇവിടെ. അപ്പുറത്ത് നമുക്ക് പോയാൽ കാണാൻ പറ്റും. അവിടെ ഒരു 8 ഒടിഞ്ഞു പോയിട്ടുണ്ട്.
എട്ടിന് ഒടിഞ്ഞു പോയി അത് നമ്മുടെ കയ്യിന് കാശ് പോയി. കാരണം അത്രയും വളം കൊടുത്തിട്ട് നമ്മൾ വലുതാക്കിയില്ലേ. ഇപ്പൊ എട്ടിന് ഒഴുകി പോകുമ്പോൾ നമുക്ക് വിഷമമാണ്. ഇത് നല്ല അതിനകത്ത് നല്ല കൊലയൊക്കെ ഉണ്ട്. പക്ഷെ അത് ഒടിഞ്ഞു പോയി. എന്തോ ചെയ്യാനാ? അത് കൃഷി ഭവന് പിന്നെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത്ര നമുക്ക് അതിന്റെ എട്ടിന് ഇതിന് പൈസ കിട്ടുമായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടത്തില്ല. വസ്തു ഇല്ലാതെ കൊണ്ട്. ഇവിടെ സ്വന്തം വസ്തു വേണം. ഇവിടെ കൃഷി ചെയ്താലും ലാഭമുണ്ട്. അവിടെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ചെയ്താലും അവിടെ ചെയ്താലും ഇല്ല. ഇവിടെ ഇച്ചിരി എല്ലാ സാധനത്തിന് വില കൂടുതലാണ്. പക്ഷെ നമ്മളെ അവിടെ ആകുമ്പോൾ അത്രയും വിലയില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ലാഭം. പക്ഷെ സ്വന്തം ചെയ്യണം. ജോലിക്കാരനെടുത്തിട്ട് ചെയ്താൽ ഒരു പ്രയോജനമില്ല. നമ്മുടെ കയ്യിന് കാശ് പോകത്തേ ഉള്ളൂ. നമ്മുടെ ബംഗാള് മാൽദ ഡിസ്ട്രിക്ട് വീട്ടുകാർ അങ്ങനെ ഇല്ലാതെ സഹായിക്കത്തില്ല. അച്ഛൻ മാത്രമേ സഹായിക്കത്തുള്ളൂ. കാരണം വെച്ചാൽ വൈഫിന് സമയമില്ലല്ലോ. പിള്ളേർ സ്കൂളിൽ പോകണം. പിന്നെ ഒരു കൊച്ചുണ്ട്, അവൻ ബാലവാടി കൊണ്ടുവിടണം. വീട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കൊണ്ട് സമയമില്ല. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് സഹായിക്കും. പിന്നെ 8 മണിക്ക് അടിച്ചിട്ട് അച്ഛനും ജോലിക്ക് പോകും. പിന്നെ ഞാനൊരു 8, 9 ആകുമ്പോൾ ഞാനും ജോലിക്ക് പോകും. പിന്നെ 5 മണിക്ക് അടിച്ചിട്ട് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് പിന്നെ ഇതുപോലെ നമ്മൾ കൃഷിക്കകത്ത് ഇറങ്ങിയിട്ട് കുറച്ച് ജോലി ചെയ്യും. കേരളത്തിൽ വന്നത് ഹാപ്പിയായോ? ഹാപ്പിയാ, കേരളത്തിൽ ഹാപ്പിയാ. അങ്ങനെ കേരളത്തിൽ വന്നിട്ട് ഹാപ്പിയാ. പക്ഷെ നമുക്ക് കുറച്ച് ഒരു വസ്തു എങ്ങനെയായാലും മേടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഓക്കെ. അതുകൊണ്ട് നമ്മൾ നഷ്ടം വന്നാൽ സഹിക്കണം. അവിടുത്തെ ക്ലൈമറ്റ് ആകുമ്പോൾ അവിടെ ഇപ്പം ഭയങ്കര തണുപ്പാണ് നമ്മുടെ നാട്ടിൽ. ഇവിടെ ആകുമ്പോൾ തണുപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിൽക്കാൻ പറ്റത്തില്ല, അത്ര തണുപ്പാണ്. ഇവിടുന്ന് കുറേ ആൾക്കാർ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ അവന്മാർക്ക് അറിയാം ഇങ്ങനെയാണ് ബംഗാളിന് കാര്യങ്ങൾ. ഈ സമയത്ത് ഡിസംബർ ജനുവരി ആകുമ്പം പോയിട്ടുണ്ട്. മഴക്കാലമായാലും നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ നമ്മളിപ്പോൾ ആദായം എടുക്കുമ്പോൾ അത്രയും ആദായം എടുക്കാൻ പറ്റത്തില്ല മഴക്കാലത്ത്. നമുക്ക് ഇങ്ങനെ മഴ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇവിടെ വെള്ളം കയറത്തില്ല, ഒന്നുമില്ല. നമ്മൾ അവിടേക്ക് വെള്ളം കയറത്തില്ല. ഈ കണ്ടാകുമ്പം വെള്ളം കയറും. അവിടെ ചെയ്യാൻ പറ്റത്തില്ല മഴക്കാലത്ത്.